ഹായ് നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും J2 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹൈപ്പിൽ ആവേശത്തിന്റെ പരകോടിയിൽ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ടർബോ സിനിമ. ആ സിനിമയുടെ അവസാന നിമിഷത്തെ ഒരു ബുക്കിംഗ് നിലവാരം കേരളമൊട്ടാകെ പ്രധാനപ്പെട്ട സെന്ററുകളിൽ എത്രത്തോളം ബുക്കിംഗ് ഉണ്ടെന്നുള്ളതും അതുകൂടാതെ ഇതുവരെയുള്ള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് മമ്മൂക്കയുടെ നമുക്കറിയാം, അതിന് കാത്തിരിക്കാൻ കാരണങ്ങൾ ഒരുപാടാണ്. മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന ത്രില്ലറുകളുടെ രാജാവായിരുന്ന അദ്ദേഹം കോമഡികളും ചെയ്ത് നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. ഇനി ആക്ഷൻ രൂപത്തിൽ നമ്മളെ ഞെട്ടിക്കാനായിട്ട് തിരക്കഥ ഒരുക്കിയിരിക്കുകയാണ് മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന ആ തിരക്കഥാകൃത്ത്. അത് മതി നല്ലൊരു പ്രതീക്ഷയ്ക്ക്. പിന്നെ അതുകൂടാതെ മാസ് മസാല സിനിമകൾ അല്ലെങ്കിൽ ആവേശത്തിന്റെ പരകോടിയിൽ ആരാധകരെ ഒരു മുൾമുനയിൽ നിർത്തി വലിയൊരു ആകാംക്ഷയുടെ ഉദ്വേജകമായിട്ടുള്ള രീതിയിലേക്ക് നമ്മളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സംവിധായകനാണ് വൈശാഖ്. സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് ഒരുപാട് ഞെട്ടിച്ചിട്ടുള്ളത്. ഒന്ന് നമുക്കറിയാം, സീനിയേഴ്സ് ആവട്ടെ, മല്ലു സിംഗ് ആവട്ടെ, പുലിമുരുകനാകട്ടെ, ഇതൊന്നും കൂടാതെ മമ്മൂക്കയെ വെച്ച് ചെയ്ത മധുരരാജ, പോക്കിരിരാജ, ഈ 5 സിനിമകൾ നമ്മളൊന്ന് നോക്കിയാൽ മനസ്സിലാവും അദ്ദേഹത്തിന്റെ റേഞ്ച്. അദ്ദേഹം ചെയ്യുന്ന ഒരു ആക്ഷൻ സിനിമ, എൻ്റെ പൊന്നയ്യ, ഇതാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. പിന്നെ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന 4 സിനിമകൾ, വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ചെയ്ത ആ ഒരു മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിയിലുള്ള വിശ്വാസവും വാനോളമാണ്. അത് അദ്ദേഹത്തിന്റെ 5ാമത്തെ നിർമ്മാണം എന്ന് പറയുമ്പം എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത ഈ സിനിമയ്ക്കും കാണും എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരും പ്രതീക്ഷ. പിന്നെ അതുകൂടാതെ നമ്മളുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള മലയാളികളുടെ മെഗാസ്റ്റാർ മമ്മൂക്ക, അത് മതി. ഈ 3-4 കാരണം കൊണ്ട് വളരെയധികം കട്ട വെയിറ്റിങ്ങിൽ കാത്തിരിക്കുന്ന ഒരു സിനിമയായിട്ട് ടർബോ സിനിമ മാറി. പിന്നെ അന്യഭാഷകളിൽ നിന്നൊക്കെ ഒരുപാട് താരനിര തന്നെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാജ്ബി ഷെട്ടി, സുനിൽ ഷെട്ടി, പിന്നെ ഹിന്ദി നടൻ, ഇത്തരത്തിലൊക്കെ പല നാടുകളിൽ നിന്നും ആളുകൾ വന്ന് അഭിനയിച്ച് എങ്ങാണം റീച്ച് കിട്ടിയാൽ, പോസിറ്റീവ് അഭിപ്രായം കിട്ടി, എല്ലായിടത്തും ഒരു ട്രെൻഡിങ് ആയിട്ട് മാറിയാൽ ചിലപ്പം 200 കോടിയിലേക്ക് മമ്മൂക്കയുടെ കരിയറിലെ ആദ്യത്തെ 100 കോടി ക്ലബ്ബ് എന്നുള്ള ചരിത്രം തിരുത്തി 100 കഴിഞ്ഞ് 200 കോടി ക്ലബ്ബിലും എത്താനുള്ള സാധ്യതയെല്ലാം തുറന്നിട്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു നിമിഷത്തിൽ ഇതിൻ്റെ ഒരു കേരളത്തിലെ ബുക്കിംഗ് നിലവാരം നോക്കുമ്പോൾ കൊച്ചി സിറ്റിയിൽ 120 ഷോയോളമാണ് ഫാസ്റ്റ് ഫീഡിങ് നമുക്കിപ്പം നിലവിൽ കാണാൻ സാധിക്കുന്നത്. അവിടെ ഒരുപാട് തിയേറ്ററുകൾ ഇനിയും ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ചാർട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ചിട്ട് 120ആയി. ട്രിവാൻഡ്രത്താവട്ടെ 22 ഷോകളാണ് ഫാസ്റ്റ് ഫീഡിങ് കാണുന്നത്. അവിടെയും കുറേ അധികം തിയേറ്ററുകൾ ഇനിയും ചാർട്ട് ചെയ്യാനായിട്ടുണ്ട്. ടർബോ സിനിമയ്ക്കായിട്ട് ഈ ഗുരുവായൂർ അമ്പലനടയിലെ ഒരു വലിയൊരു ഹിറ്റിലേക്ക് പോകുന്നത് കൊണ്ട് വൻ ജനത്തിരക്ക് കാരണം ഈ സിനിമയുടെ ചാർട്ടിംഗ് ഒക്കെ അവിടെയൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് കേരളം ഒട്ടാകെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയും ഒരുപാട് തിയേറ്ററുകളിലേക്ക് ഈ സിനിമ ചാർട്ട് ചെയ്യാനായിട്ടുണ്ട്. കോഴിക്കോട് സിറ്റിയിൽ 27 ഷോകളാണ് ഫാസ്റ്റ് ഫീഡിങ് കാണുന്നത്. തൃശ്ശൂർ 20 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ്ങും, കൊല്ലത്ത് 23 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ്ങും, ആലപ്പുഴയിൽ 9 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ്ങും, പത്തനംതിട്ടയിലും കോട്ടയത്തും 4 ഷോ വീതം ഫാസ്റ്റ് ഫീഡിങ്ങും, പാലക്കാട് 1 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ്ങുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ കേരളം ഒട്ടാകെ നോക്കുമ്പോൾ 250 ഷോയിലധികം ഫാസ്റ്റ് ഫീഡിങ് ആണ് നമുക്ക് ഇന്നത്തെ ദിവസം നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത്. ഇനിയിപ്പം നാളെ ബുധൻ, മറ്റന്നാൾ വ്യാഴാഴ്ച റിലീസാവുകയാണ്. ഇനി ഒരു ദിവസം കൂടെ കിടക്കുവാണ്. എനിക്ക് ഉറപ്പാണ് നാളെ വൈകിട്ടത്തോടു കൂടി ഈ ഒരു ഫാസ്റ്റ് ഫീഡിങ് കൗണ്ട് ചിലപ്പം 350-400 റേഞ്ചിലേക്കൊക്കെ വരാനുള്ള സാധ്യത എന്തായാലും തന്നെയും കാണുന്നുണ്ട്. പിന്നെ അതുകൂടാതെ സിനിമ ഇറങ്ങി ഒരു പോസിറ്റീവ് അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പിന്നെ തീയാണ് മക്കളെ. ഒരു രക്ഷയുമില്ലാത്ത മാരക ബുക്കിംഗ് നമുക്ക് വ്യാഴാഴ്ച സിനിമ ഇറങ്ങി പോസിറ്റീവ് അഭിപ്രായം കിട്ടിയാൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്തായാലും തന്നെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഈ 250 തിയേറ്ററുകൾ ഫാസ്റ്റ് ഫീഡിങ്ങിലേക്ക് വന്നാൽ പോരാ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റെക്കോർഡുകൾ തൂക്കണം എന്നുണ്ടെങ്കിൽ ഒരു 500 തിയേറ്ററിനടുത്ത് ഈ സിനിമയ്ക്ക് തിയേറ്റർ റിലീസ് വരികയും അതുകൂടാതെ ഒരു 500-600 റേഞ്ചിലേക്കുള്ള ഫാസ്റ്റ് ഫീഡിങ് കൗണ്ടും വന്നാൽ മാത്രമേ ഓപ്പണിംഗ് ഡേയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഈ വർഷത്തെ സിനിമയായിട്ട് ഈ സിനിമ മാറത്തുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുള്ള സാധ്യത ഇപ്പോഴും നിലയിൽ കാണുന്നുണ്ട്. സിനിമ ഇറങ്ങി പോസിറ്റീവ് അഭിപ്രായം കിട്ടാനായിട്ട് ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുകയാണ്. അങ്ങനെ വരട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ ഒരു പ്രീസെയിൽ കളക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഉച്ചയോടുകൂടി 12 മണി വരെയുള്ള ഇതിൻ്റെ ഒരു പ്രീസെയിൽ കളക്ഷൻ പുറത്തു വരുമ്പം
2 കോടി രൂപയ്ക്ക് അടുത്ത് പ്രീസെയിൽ കളക്ഷൻ കേരളത്തിൽ നിന്നും മാത്രം സ്വന്തമാക്കിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. വിദേശ രാജ്യത്ത് നിന്നും 1 കോടി രൂപയ്ക്ക് പുറത്തുള്ള പ്രീസെയിൽ കളക്ഷൻ വന്നു. അങ്ങനെ മൊത്തത്തിൽ 3 കോടി രൂപയ്ക്ക് പുറത്തേക്ക് പ്രീസെയിൽ കളക്ഷൻ വേൾഡ് വൈഡ് ഓൾറെഡി തന്നെ ടർബോ സിനിമ തൂക്കിയിരിക്കുകയാണ്. ഈ ഒരു പ്രീസെയിൽ കളക്ഷൻ ഇതൊന്നും പോരാ, ഇനി കിടക്കുന്ന ഒരു ചാകര കൊയ്ത്തിന് വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ്. ഒരു 5-5.5 കോടി റേഞ്ചിലെങ്കിലും വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ സിനിമ ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് വരെയുള്ള പ്രീസെയിൽ കളക്ഷൻ എത്തണമെന്നുള്ളതാണ് ആഗ്രഹം. എങ്കിൽ മാത്രമേ ഒരു 12-13 കോടി റേഞ്ചിൽ മിനിമം ഇതിന്റെ കളക്ഷൻ വരത്തുള്ളൂ. എങ്ങനെ പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ മിനിമം ഒരു 15-17 കോടി റേഞ്ചിൽ ഇതിന്റെ ഓപ്പണിംഗ് ഡേ കളക്ഷൻ വരെ എത്തി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പം അതൊക്കെ മേലെയും പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും റെക്കോർഡുകൾ തകർത്ത് മമ്മൂക്കയുടെ കരിയറിലെ ആദ്യത്തെ 100 കോടി അങ്ങോട്ട് ആഘോഷിച്ച് ആർത്തുല്ലസിച്ച് 200 കോടി ക്ലബിലും എത്തട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത്. എന്തായാലും സിനിമ ഇറങ്ങാനായിട്ട് കട്ട വെയിറ്റിംഗിൽ നമുക്ക് കാത്തിരിക്കാം.